പൊട്ടിച്ചടിക്കാൻ നമ്മുടെ മേടിക്കാൻ സാധനം ലാപ്ടോപ്പിൽ കുറച്ച് ആൾക്കാർ കയറിയിട്ടുണ്ട്. ഇവർക്ക് പ്രാന്തായ എൻ്റെ വണ്ടി മേടിക്കാൻ സർക്കാരുടെ വണ്ടിയാണ്. എടുത്തപ്പോൾ വേറെ സ്പീഡ് ഇവിടെ ഈ സർക്കാർ എടുത്ത് ചമ്മന്തിയാക്കും പറഞ്ഞേക്കാം. അടുത്ത ലംബോർഗിനി ഇതെന്താ ലംബോർഗിനി നാടാണ്. ഇതിനൊക്കെ ബാക്കി എല്ലാം സൂപ്പർക്കാരെ എടുത്തിട്ടുണ്ട്. ഓവർടേക്ക് ചെയ്യാലോ. ഓവർടേക്ക് പോണാവത് ഓവർടേക്കുള്ള ആള് എൻ്റെ അമ്മ വണ്ടി സ്പീഡിൽ പോ. അവരുടെ സ്റ്റോപ്പിൽ എത്തിക്കണ്ടോ? ഇവിടെ എന്താ സ്റ്റോപ്പില്ലേ? റെയിൽവേ സ്റ്റേഷൻ്റെ അവിടെ സ്റ്റോപ്പുണ്ട്. പക്ഷേ ഇവിടെ ഇല്ലായിരുന്നല്ലോ. ബാക്കടിക്കോ സ്റ്റോപ്പുണ്ട്. അത് ഇറങ്ങിക്കാ. ഇനി അടുത്താള് കയറി. അവിടെ അടുത്താള് കയറിയിട്ടുണ്ട്. ഇത് ഒരു കൊച്ചാണ്. കൊച്ചിൻ്റെ അച്ഛനാണ് അവിടെ ഇരിക്കുന്നത്. എന്തെങ്കിലും ആട്ടെ. ഹൈദരാബാദിൽ പോകണം. അതാണ് ഇത്. ഹൈദരാബാദ് വരെ പോവാൻ ഒരു 100 കിലോമീറ്റർ എങ്കിലും വേണം. എനിക്ക് മോളോട് ചോദിച്ചോക്കാം. എന്തിനാ മോളെ ഹൈദരാബാദിന് പോണേ? അല്ല, ഒരു പ്രേമലു എന്ന് പറഞ്ഞ സിനിമ ഉണ്ട്. അതിനകത്ത് ഹൈദരാബാദാണ് സിനിമ നടന്നത്. അല്ല, അവിടെ എന്താ? അവിടെ സച്ചിനെയും റീനൂനെയും കാണാലോ. അതാ. ഓ എൻ്റെ പൊന്നെ, ഹൈദരാബാദിൽ അവിടെ ഇല്ലായിരിക്കും. അല്ല, ഹൈദരാബാദിൽ ചിലപ്പോൾ ഉണ്ടായാലോ. പിന്നെ ഞാൻ ബാംഗ്ലൂരിൽ കൊണ്ടുപോകാം. അല്ലെങ്കിൽ ഞാൻ നടന്നോക്കാം. വേണ്ട, നീ കുറച്ച് ഇങ്ങനെ കേൾക്കും. അല്ലെങ്കിൽ അച്ചടുത്ത് തന്നെ നോക്കണേ. അങ്ങനെ വഴിക്കുക. ബാംഗ്ലൂരിൽ ഉണ്ടോ എന്തെങ്കിലും സിനിമ? ഉണ്ട്. ഫഹദ്വാസിലിൻ്റെ പുതിയ സിനിമയൊക്കെ ഇറങ്ങിയെന്ന്. എന്തോ ആവേശം, അങ്ങനെ എന്തോ ആവേശം ഒക്കെ ഉണ്ട്. മോളെ ബാംഗ്ലൂരിലെത്തി. ബാംഗ്ലൂരിൻ്റെ തൊട്ടടുത്താണോ ഹൈദരാബാദ്? ഒന്ന് പോവട്ടെ. ചുമ്മാ നിങ്ങൾ പറയുമോ? ബസ് സ്റ്റോപ്പ് എത്തി, വേണമെങ്കിൽ ഇറങ്ങിക്കോ. ഓക്കെ ഓക്കെ. ആ ചേച്ചി ഇറങ്ങിയിട്ടുണ്ട്. വണ്ടി ആരോ ഇവിടെ. ഇതാണ് ഫഹദ്വാസിലിൻ്റെ വീട്. അതല്ലാട്ടെ, ഫഹദ്വാസിലെ കാണും. ഇനി നേരെ പോകണമല്ലോ. അയ്യോ ഒന്നുമില്ല. സ്വന്തമ്മ. അയ്യോ അമ്മച്ചിയേ. ഡ്രിഫ്റ്റ് അടിച്ചു ബസ്. അതെന്തെങ്കിലും ആവട്ടെ. എനിക്കിപ്പോൾ ഒന്ന് കേരളയെ വരെ പോകണം. ബാംഗ്ലൂരിലുണ്ടായാലും കുഴപ്പമൊന്നുമില്ല. അയ്യോ അത് പറഞ്ഞപ്പോഴാ, കേരള വരെ പോകാൻ എനിക്ക് പെട്രോളില്ല. ഡീസലില്ല. കുറച്ച് ഡീസൽ എടുക്കാം. എൻ്റെ വണ്ടി പിന്നെ ഡീസൽ വേരിയൻ്റാണ്. അതുകൊണ്ട് ഒന്നും വിചാരിക്കില്ല. ഇല്ല
ഒരു കാലൻ ബസ് വന്നു പെട്രോൾ പമ്പ് അടിക്കാൻ. എടാ താൻ വല്ലോ കോമഡി പറയല്ല. എത്ര രൂപയ്ക്ക് അടിക്കണ്ടേ? പൊട്ടാതാ നമ്മപ്പോ ഇത് സർക്കാരാണ്, സർക്കാരിന്റെ വണ്ടിയാണ്. അയ്യോ എത്ര രൂപയ്ക്കാ? 1000. ഓക്കെ പൈസ എന്നാ പൈസ. ഓക്കെ സർക്കാരിൻ്റെ ഒരു കാര്യം സർക്കാർ ഇപ്പം കൊണ്ടുവന്നു. തന്നെ പോസ്റ്റ് അടിച്ച് പൊളിക്കാൻ ഞാൻ പൊളിച്ചിടും. ഇല്ല പിന്നെ സർക്കാരാ നിങ്ങൾക്ക് ഒരു കേസേ കിട്ടത്തില്ല. എന്തെങ്കിലും സർക്കാരിന് എഴുതി വെച്ചിട്ടുണ്ടോ? അപ്പോൾ എൻ്റെ അമ്മ റെയിൽവേ സ്റ്റേഷനിൽ ഒരു ടൈമില്ല. ഓക്കെ ഇത് നമ്മുടെ ബാങ്കിലുള്ള വലിയതാണ് കേട്ടോ. ഞാൻ പിന്നെ അതിൻ്റെ ഫോട്ടോ ഒന്നും എടുക്കുന്നില്ല. ബസ്സിൻ്റെ ഫോട്ടോ എടുക്കുന്നുണ്ട് ഗൈസ്. ഓക്കെ ഓക്കെ നേരെ ഫോട്ടോ എടുക്കുന്നുണ്ട്. എൻ്റെ ഫോൺ നേരെ വണ്ടി കയറാം ഗൈസ്. ബസ് സ്റ്റോപ്പ് എന്ന് പറഞ്ഞ് കയറില്ല. ആ ചേട്ടാ ബസ് സ്റ്റോപ്പ് എത്തി ബസ് സ്റ്റോപ്പ്. എന്താ അല്ല നേരത്തെ എൻ്റെ മോളെ കൊണ്ടൊക്കെ എന്തായി? മോളവിടെ ബസ് സ്റ്റോപ്പിലില്ല. തെങ്കണ്ണനെ കാണാൻ പോയി. ഫെറോസില്ലേ? ഞാൻ വിളിച്ചോണ്ടല്ലേ ഞാൻ കുറച്ചേരി കൂടെ ഉറങ്ങട്ടെ. മനസ്സിലാട്ടെ വണ്ടി എടുത്തിട്ട് നേരെ ബാംഗ്ലൂരിലോട്ട് വിടാം. ഇല്ല എൻ്റെ ബാംഗ്ലൂരിലോട്ട് വിടണേ. ഇത് തന്നെ ഒരു ബാംഗ്ലൂരിലാണ്. അപ്പോൾ എൻ്റെ അമ്മ ഗംബോർഗിരി ഞങ്ങളൊക്കെ വണ്ടി ഓടിക്കണം. എന്തെങ്കിലാട്ടെ ഇവന്മാരെ അവിടെ നോക്കിട്ട് വണ്ടി ഓടിക്കണം. അയ്യോ ഇറങ്ങണ്ടെന്ന് എന്തുവന്നു ഇവിടെയാണ് ഇടാറായി. ഇവിടെ എങ്ങാണ്ട് ഓടിക്കും. ഇതല്ലല്ലോ ഈ കൊണ്ടൊന്നുമല്ലല്ലോ. കിട്ടി ഡ്രസ് എടുത്ത് കയറി വണ്ടിമേ. എടാ വീണ്ടും ഡീസൽ അടിക്കുന്നല്ലേ? ഡീസലുണ്ട് ഒരു 50 ഡീസലുണ്ട്. പെട്രോൾ പമ്പിൽ പോകാൻ എത്രയില്ല. 50 കഴിഞ്ഞു. ഇതിപ്പോൾ പോലീസിൻ്റെ എനിക്ക് തോന്നിയതായിരിക്കും. ഇപ്പോൾ 49. ഓക്കെ ഗൈസ് നമ്മൾ ഇവിടെ പെട്രോൾ പമ്പിലെത്തേക്കണേ. ഓക്കെ ചേട്ടാ വീണ്ടും വന്നല്ലോ. സർക്കാരാണ് പെട്രോൾ കേട്ടോ. 1000 ഉള്ള പെട്രോളൊക്കെ അടിച്ച് പെട്രോൾ പമ്പ് എനിക്കൊക്കെ കഴിച്ചിട്ടില്ല. അതിന് കഴിച്ചില്ല. അവർക്കൊക്കെ സഹിച്ച് കിടക്കാൻ എവിടെയെങ്കിലും ഇടിച്ചാലും കുഴപ്പമൊന്നുമില്ല. സർക്കാരാണ്. എടാ ഇപ്പൊ ഒരു സ്റ്റോപ്പ് ഉണ്ട്.
കൊച്ചിൻ്റെ അച്ഛനോടോ അച്ഛൻ പെട്രോൾ പമ്പിലാ പെട്രോൾ പമ്പില് ഓക്കെ ഗൈസ് നമ്മൾ പെട്രോൾ പമ്പിൽ പോകാനായിട്ട് നമ്മുടെ ഡബിൾ സൗണ്ട് റൂമിലോട്ട് പോവാണ്. ഓക്കെ നമ്മൾ ഡബിൾ സൗണ്ട് റൂമിലാണ്. അല്ലേ ഡബിൾ സൗണ്ട് റൂം അല്ലേ ഞാൻ അവിടെ നോക്കിയിട്ടാണോ വണ്ടി പിടിക്കണം. എൻ്റെ അക്കൻ്റെ അറിയാം വണ്ടി ഇപ്പം ശരിയാകട്ടെ. ഡബിൾ സൗണ്ട് റൂമിലോട്ട് പുറത്തിറങ്ങാണ്. ഡബിൾ സൗണ്ട് റൂമിൽ അടച്ചു ഗൈസ്. അയ്യോ ബാക്കിലോട്ട് വീണു. വരട്ടെ അയ്യോ അതെ അതാണ് എൻ്റെ ചേട്ടൻ. അതെ കൊച്ച് കൊച്ച് അതിനാ അതെ കൊച്ചേ ഓക്കെ ശരി. ഇതിനകത്ത് നേരെ ഇടാം. എൻ്റെ ബസ് സ്റ്റോപ്പൊന്നും നടക്കില്ല. ഇപ്പം സമയം കഴിഞ്ഞ് കിട്ടുമോ അപ്പോൾ എൻ്റെ അമ്മ എന്ത് സ്പീഡാണ് അങ്ങനെ. അതിവിടെ റിലീസായിട്ടുള്ളല്ലോ. അതിൻ്റെ പണിയേ കഴിഞ്ഞിട്ടില്ല. അവിടെ ജുറാസിക് പാർക്ക് എഴുതിയിട്ടുണ്ട്. എന്താ നോക്കിപ്പോവാം. ഈ ചേച്ചി കാണിക്കാം. ബസ് വന്നല്ലോ. ഇത് ഏത് ബസ്സാ ഇത്? കൊങ്ങാർപ്പള്ളി ആണോ? കൊങ്ങാർപ്പള്ളി എന്താ ചേച്ചിക്ക് കൊങ്ങാർപ്പള്ളിയിലാണോ പോണേ? കൊങ്ങാർപ്പള്ളി ഇത് ബാംഗ്ലൂരിലുള്ള ചേച്ചിയെ. കൊങ്ങാർപ്പള്ളി വരെ പോകാൻ കുറച്ച് പടം. അത്രല്ല ഈ സംഭവത്തിൻ്റെ ഡീസൽ കുറവാണ്. വണ്ടി കയറാം. ഓക്കെ ചേച്ചീൻ്റെ അമ്മ അവിടെ കിടപ്പുണ്ട്. അല്ല ചേച്ചി കല്യാണം കഴിക്കാം. ഞങ്ങളൊന്നും കല്യാണം കഴിക്കില്ല. കല്യാണം ചെറുക്കനുണ്ടോ കല്യാണം കഴിക്കും. അതെന്ത് പരിപാടിയാണ്? കല്യാണ ചെറുക്കനെ കണ്ടാലല്ലേ കല്യാണം കഴിക്കുന്നു. അതൊക്കെ പിന്നെ ഈ ബാംഗ്ലൂർക്കാരൊക്കെ എങ്ങനെയാണ്? അല്ല നേരെ വിടുന്നില്ലേ? ബാംഗ്ലൂരിൽ പോവാണ്. നമ്മൾ ബീച്ച് വരെ ആദ്യം പോകും. അല്ല ചേട്ടൻ ഇങ്ങനെ വിളിച്ചു. ഞാൻ ബീച്ച് വരെ ഒന്നും പോയില്ല. ഞാൻ ബീച്ച് വരെ പോയിട്ടാണ് കേരളത്തിൽ. ഇല്ല ഇപ്പം എവിടെ പോണേ? ഞാനിപ്പോൾ ബീച്ചിൽ അവിടെ പോയി കഴിഞ്ഞാൽ ഇപ്പം പണി കാണുമോ? അതെൻ്റെ ഹൗസ് ആയിരുന്നു. അതിലാട്ടെ ഹൗസല്ല നോക്കി തരാം. ലെസ്റ്ററിനകത്ത് കൈയൊക്കെ വെച്ചിട്ടുണ്ടാവും. ലെസ്റ്റർ ഇവിടെ ഇരിപ്പുണ്ട്. അത് കണ്ടില്ല. എൻ്റെ വണ്ടിക്ക് നല്ല പിക്കപ്പും കേട്ടോ. ഇപ്പം
എടുത്തു കഴിഞ്ഞാൽ കൊങ്ങോർപ്പള്ളി റൈറ്റ് എടുത്തു കഴിഞ്ഞാൽ കേരളം. ഇപ്പൊ ഏത് അതാ കൊങ്ങോർപ്പള്ളിയിലെ വഴിയില്ലാത്ത ഒരു മിനിറ്റ് അവനെ വിളിക്കട്ടെ. എടാ നിനക്ക് എപ്പോഴാണ്ടായേ? അതെ അത് ഞാൻ കല്യാണം ഇന്നലെ കല്യാണത്തിനൊന്നുമില്ല. അപ്പൊ പെട്ടെന്ന് തന്നെ കൊച്ചു വന്നു. എന്നിട്ടത് പെട്ടെന്ന് തന്നെ വെച്ചായി. ഞാനിപ്പോ അതെ നിന്റെ ബസ് സ്റ്റോപ്പിലുണ്ട്. ദൂരെ ഉണ്ടോ? എന്താ വീട്ടില് എനിക്കറിഞ്ഞൂടാ. നീ തന്നെ നോക്ക്. നീയിപ്പോ വേറെതാ അൺനോൺ നമ്പറിലൊന്ന് വിളിച്ചാലോ? എന്തായാലും കുഴപ്പമില്ല. അൺനോൺ നമ്പറാണ്. നിന്നെ കണ്ടു ഞാൻ. കണ്ട് നിന്റെ ബസ് പറഞ്ഞുണ്ട്. ബസ് സ്റ്റോപ്പ് എത്തി. ഓക്കെ എടാ നിനക്ക് പെണ്ണൊക്കെ നീ ഇപ്പൊ കല്യാണം കഴിക്കാതൊക്കെയായില്ലേ? ഞാൻ കല്യാണം കഴിച്ചു. കൊച്ചു കല്യാണം കഴിച്ചില്ല. അതായിരുന്നു ഞാൻ പറയാൻ ചോദിച്ചത്. നിനക്ക് എവിടെയെങ്കിലും പോടോ? എനിക്കൊരു സ്ഥലം വരെ പോകണം. എന്നോട് കുറച്ച് കാര്യങ്ങളും ചോദിക്കാം. എൻ്റെ അച്ഛനുണ്ടോ? എൻ്റെ അമ്മയുണ്ടോ? അച്ഛനില്ല. അമ്മായി അച്ഛൻ ഇല്ല. അച്ഛനുണ്ട്. ഓക്കെ ഞാൻ വണ്ടി കയറി. അവിടെ ഇരിക്കുന്നുണ്ട്. അച്ഛനും ഓടിക്കണ്ട. ഇല്ല ഇവനെന്താ ലോസ് ആഞ്ചൽസിന് ചുറ്റാണ്. ലോസ് ആഞ്ചൽസിൽ മടുപ്പായി. അതാ ഇല്ല എന്തുണ്ട് ഞാൻ ചെറുതായിട്ട് കഴിച്ചാണ്. അല്ല നീ എന്തിനാ ഇത് മാത്രം അടിച്ചിട്ട് കൂടെ മണ്ട അത് തുറന്നിട്ട് കഴിഞ്ഞാൽ ഇതോ എന്തോ ഒന്നും പോയില്ല. ചുമ്മാ അങ്ങോട്ട് അടച്ചു വെച്ചേക്കോ. നിന്റെ അപ്പാപ്പനാണോ? അല്ല നിന്റെ അച്ഛനാണോ? എൻ്റെ അച്ഛനാ. ഇല്ല അപ്പാപ്പൻ്റെ വീട്ടിൽ അത് മാത്രം തുറന്നു വെച്ചു. മറ്റേ പറ്റില്ല തുറന്നു വെക്കാൻ തുറക്കാത്ത മണ്ട അവിടെ ചില്ലില്ല. ചില്ലില്ല. മനസ്സിലായി ചില്ലില്ല അല്ലേ? എന്നെയും കൂടെ കൂട്ടിക്കോടാ. നിങ്ങൾ വേഗം വണ്ടി കയറി. പുതിയ ബസ്സിൻ്റെ കളറൊക്കെ ആക്കണം. അവിടെ പെട്രോൾ ലാസ്റ്റായിട്ട് നിന്റെ ആൻഡ്രോയിഡിലാണ്. എനിക്കെങ്ങനെ മനസ്സിലായി? എനിക്ക് മനസ്സിലായി. എൻ്റെ സിനിമ ഞങ്ങൾ ട്രാക്കർ വെച്ചു. അല്ല ട്രാക്കറിനെ കണ്ടു അത് ഊരിക്കളഞ്ഞല്ലോ. പിന്നെ എങ്ങനെയാ ആ ട്രാക്കറേ? ഇങ്ങനത്തെ ഒരു ട്രാക്കറല്ല. എവിടെ വെച്ച് അത് കളഞ്ഞാലും ആ ലൊക്കേഷൻ തന്നെ കളിക്കപ്പെടും. ഇനിയിപ്പം എൻ്റെ സർവീസിന് കൊടുക്കാൻ. ഓക്കെ എന്തിനാണ് കേടായി
ബ്ലാക്ക് ഇത് കൊള്ളാം. ഇത് കണ്ടിട്ട് പിന്നെ ഒന്നും പറയാനില്ല. ബ്ലാക്ക് കൊണ്ടിടാം. ഓക്കെ, നല്ല സൂടുണ്ടോ എൻ്റെ അമ്മ ആവട്ടെ. ഓക്കെ, മാറി നിന്നൂടെ. പപ്പടമൊക്കെ ഇട്ടുണ്ട് നിങ്ങള് ഇതിലാട്ടെ. അതുകൊണ്ട് നേരെ ഇടാം. എങ്ങോട്ട് ഇവിടെ നമ്മുടെ വീട്ടിലോട്ട് അല്ലാണ്ട് വണ്ടി നമ്മുടെ വണ്ടിക്കൊന്നും ഒന്നും പറ്റില്ല. ഭയങ്കര പവർഫുള്ള എന്താ അമ്മ. ഓക്കെ, നമ്മൾ ബസ് ഗോഡൗണിലെത്തിയിട്ടുണ്ട്. ബസ് ഗോഡൗണാണ് ഇത്, ചുമ്മാർ ഗോഡൗണല്ല, ബസ് ഗോഡൗൺ. ഇവിടെ ബസ്സൊക്കെ പറ്റുന്ന സ്ഥലം. ഇതെന്താ ആൾക്കാരൊക്കെ ലീവാ? ഞാൻ മാത്രമല്ലല്ലേ ലീവ്? ഇല്ല, ഞാനിന്ന് ലീവല്ലല്ലേ. എപ്പോഴാണ് മനസ്സിലായത് ഞാൻ ലീവല്ല. വണ്ടി വർക്ക് ചെയ്യാം. ഓക്കെ, ബാക്കി ആൾക്കാർ വരുമോ? ഒരു മിനിറ്റ് വിളിക്കാം. എടാ ലീവാണോ? ഇല്ലേ, ശരി ശരി ശരി. അപ്പം എന്നെ വിളിക്കാം. എടാ ലീവാണോ? അല്ലേ, ശരി ശരി. അപ്പം എന്നെ വിളിക്കാം. എടാ ലീവാണോ? ശരി ശരി ശരി. അല്ലെന്നാണ് പറയുന്നത്. മരിത് എപ്പോൾ വയ്ക്കുന്നു? വെയിറ്റ് ചെയ്യാം, അതൊക്കെ നല്ലത്. ഇത്ര നേരം വെയിറ്റ് ചെയ്തോട്ടോ ഒന്നുമില്ലല്ലോ. എനിക്ക് ഒന്നും കൂടെ വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വരുമായിരിക്കും. ഓക്കെ ഗൈസ്, 1 മണിക്കൂറിന് ശേഷം ആ മരം വന്നിരിക്കുകയാണ്. ഇതാണ് ഗൈസ് എൻ്റെ വണ്ടി. ഇതൊക്കെ ആ മാറ്റം ഉണ്ട്. എനിക്കെന്താ പറ്റിയ എന്തോ പറ്റും. അതെങ്ങനെയാണ് അവിടെ വണ്ടിയിൽ നിന്ന് കയറാൻ വേണ്ട. ആ വണ്ടിയിൽ നിന്നൊക്കെ ഒന്ന് കയറാൻ വഴിയില്ല. ഓക്കെ, ട്രിപ്പുണ്ടാ? ഇല്ല ഗായ്സ്, ഇല്ലടാ. ശരി ശരി ശരി. ഓക്കെ, നിൻ്റെ വണ്ടിയിൽ നിന്ന് എന്തൊക്കെ കയറാൻ പറ്റാതെ? അതന്നെയാണ് ഞാൻ ആലോചിക്കുന്നത്. മറ്റെന്താ കയറാൻ പറ്റട്ടെ? ആ കയറാൻ പറ്റില്ല. എൻ്റെ അമ്മേ, എടാ ഞാനിവിടെ സ്റ്റക്കായി. എൻ്റെ ഫോണിനായിരിക്കും ഫോണല്ലേ. അപ്പോൾ സൂപ്പറിൻ്റെ ആക്കിയിട്ട് ചാടിയിട്ടും ഫോണിലൂടെ അല്ലെങ്കിൽ ആ വീഡിയോ ഒന്ന് സൈനിങ്ങോട്ടേ. എടാ 112 എന്തിനാടാ ചേക്കണത്? അത് ഏറ്റിയിലൂടെ കണ്ടില്ല ഇഷ്ടമുള്ള പരിപാടി. എടാ എൻ്റെ ദിവസം എന്ത് ചെയ്യാം? എൻ്റെ ദിവസം ആരോ അടിച്ചു പറ്റും.
തൊന്നെക്കൊണ്ട് അല്ലടാ, ഒരാൾക്ക് ബസ് വേണം അതിനാ. ശരി. ഓക്കെ ഗൈസ്, 6 മണിക്കൂറിന് ശേഷം എൻ്റെ ബസ് കിട്ടി. അപ്പം അതിതുള്ളൂ ഇന്നത്തെ വീഡിയോ. നിങ്ങൾ സിറ്റിയുള്ള ഇത് കൊണ്ടുവരാൻ. ഇതാണ് നമ്മൾ സിറ്റി ബസ് RGS. അപ്പം ശരിയായോ പാർക്കിങ്? ഓക്കെ, ഇപ്പം ശരിയായി. അപ്പം അതിതുള്ളൂ ഇന്നത്തെ വീഡിയോ. ഇനി ഇതിൻ്റെ പാർട്ട് വേണമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യും. ഇടാം. എൻ്റെ അമ്മ അയ്യോ ഗൈസ്, മറ്റേ ഫോൺ പോയി. എൻ്റെ ഫോൺ മാജിക് ഫോണല്ലേ, അത് ഞാൻ അൾട്രാ സൂപ്പർ ജമ്പ് അപ്ഡേറ്റ് ചെയ്തേക്കാണ്. അതുകൊണ്ട് എന്തെങ്കിലും ഡിയാക്ടിവേറ്റ് അപ്പം അതിതുള്ളൂ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബിൻ്റെ ഇതൊന്നും എന്താണെന്ന് അറിയോ? ഇതാണ് അത് പറ്റി ഇതിനെന്തോ ഒരു ബഗ് എടുത്താണ് ശരിയാക്കിത്തരാം. ബഗ് എടുത്തോണ്ട് പോയിട്ടില്ല, ബസ് എടുത്തോണ്ട് പോയിട്ടില്ല. മറ്റൊരാൾ ബസ് എടുത്തോണ്ട് പോയി. ബസ് അത്യാവശ്യം ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഇതെന്താ പോകുക. നിങ്ങൾക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ബെല്ലേക്കും കൂടെ അടിച്ചു കഴിഞ്ഞാൽ നോട്ടിഫിക്കേഷൻ കിട്ടും. ഓക്കെ, ഞാനിപ്പം 2 സ്ട്രൈഫുകൾ ഇട്ടിട്ടുണ്ട്. എല്ലാവർക്കും